الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ويقول الذين كفروا لست مرسلا قل كفى بالله شهيدا بيني وبينكم ومن عنده علم الكتاب ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭൂമിക്ക് മുകളിൽ നടക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം തവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരാളായി ഞാൻ കണ്ടത് അബ്ദുല്ലാഹി ഇബ്നു സലാമാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അദ്ദേഹം അശറത്തുൽ മുബശ്ശിറ എന്ന് നമ്മൾ പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേര് ഒരാളാണ്. അദ്ദേഹം പറയാണ്, ഭൂമിക്ക് മുകളിൽ ഏറ്റവും അധികം സ്വർഗത്തിന്റെ കാര്യത്തിൽ സന്തോഷ വാർത്ത ആവർത്തിക്കപ്പെട്ട അറിയിപ്പിക്കപ്പെട്ട ഒരാൾ ഞാൻ കണ്ടത് അബ്ദുല്ലാഹി ഇബ്നു സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബികളുണ്ട്, അവരൊരു തളികയിൽ എല്ലാവരും ചേർന്ന് ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ട്. ആ സമയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാള് ഇപ്പോ നമ്മുടെ അടുത്തേക്ക് വരും, അയാൾ ഈ കൂട്ടത്തിൽ നമ്മോടൊപ്പം ഇരുന്നിട്ട് ഇതിൽ നിന്ന് അല്പം അയാൾ ഭക്ഷണം കഴിക്കും. അയാൾ സ്വർഗാവകാശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിക്കുകയാണ്, ഒരാൾ ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വരും, നമ്മുടെ കൂടെ ഇരുന്ന് ഇതിൽ നിന്ന് ഭക്ഷണം കുറച്ച് അദ്ദേഹം കഴിക്കും, അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആണ് അവിടേക്ക് കടന്നു വന്നത്, ഭക്ഷണം കഴിച്ചത്. ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ. അബ്ദുല്ലാഹി ഇബ്നു സലാം സ്വർഗാവകാശിയാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാമിന്റെ സ്വർഗാവകാശത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്നത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം ഒരു വലിയ പണ്ഡിതനാണ്, വേദപണ്ഡിതനായ, തൗറാത്തിൽ ആഴത്തിൽ വിജ്ഞാനമുണ്ടായിരുന്ന, ഇസ്രായേലിയരിൽപ്പെട്ട, ജൂതന്മാരിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. ഔഫ് ഇബ്നു മാലിക് അൽ അശ്ജഈയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജൂതന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പലപ്പോഴും ഇസ്ലാം പരിചയപ്പെടുത്തുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. റസൂൽ ഇടക്കിടക്ക് അവരെ സന്ദർശിക്കുകയും
അവരെ സദസ്സുകളിൽ ചെല്ലുകയും അവരോട് ഇസ്ലാമിനെ പറ്റി പറയുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ കൂടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ ഒരു ജനതയാണ്. നിങ്ങളിൽ നിന്ന് 12 പേർ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, നിങ്ങളിൽ നിന്ന് 12 ആളുകൾ ഷഹാദത്ത് അംഗീകരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള 12 ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിൽ അതിന് സന്നദ്ധരായ 12 ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വിവരങ്ങൾ എനിക്ക് കൈമാറുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടും. ഇങ്ങനെ സംസാരിക്കുന്നത് ജൂതന്മാർക്കിടയിൽ നടക്കുന്ന, അവരുടെ ഉള്ളിൽ നടക്കുന്ന വർത്തമാനങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. അവർക്കറിയാം ഇത് പ്രവാചകനാണ്. അവരുടെ ഉള്ളിൽ തൗറാത്ത് പറയുന്ന, വേദഗ്രന്ഥം പ്രഖ്യാപിക്കുന്ന പ്രവാചകനാണിത് എന്ന ചർച്ചയുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള 12 ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ആരൊന്നും ഉണ്ടയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ 3 തവണ ഇത് ആവർത്തിച്ചു വെച്ചു. ആ സദസ്സിലുള്ള ജൂതന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ സംസാരിച്ചില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഔഫ് ഇബ്നു മാലിക് മടങ്ങിപ്പോരുമ്പോ കൂട്ടത്തിൽ ഒരാൾ ജൂതന്മാരോട് പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ജൂതന്മാരോട് പറഞ്ഞു, ഇസ്മായിൽ പരമ്പരയിൽ നമുക്കിടയിലേക്ക് വരുമെന്ന് തൗറാത്ത് പ്രവചിക്കുന്ന പ്രവാചകനാണ് ഇയാൾ. ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ജൂതന്മാരോട് പറയാം, ഇസ്മായിലി പരമ്പരയിൽ നമുക്കിടയിലേക്ക് വരുമെന്ന് തൗറാത്ത് പ്രവചിക്കുന്ന പ്രവാചകനുണ്ട്. ആ പ്രവാചകനാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ ആ മുഹമ്മദ് ഇദ്ദേഹമാണ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ്, യാ മുഹമ്മദ്, താങ്കൾ പറഞ്ഞ കാര്യം സത്യമാണ്. താങ്കൾ എന്താണോ പറയുന്നത് അത് സത്യമാണ്. ഞാനത് അംഗീകരിക്കുന്നു, ഞാനതിന് സാക്ഷിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു അദ്ദേഹം, അയ്യു റജുലിൻ തഅലമൂന അന്നീ ബിക്കും യാ മഅ്ശറൽ യഹൂദ്, ജൂതന്മാരെ, നിങ്ങൾ എന്നെ കുറിച്ച് പറയൂ. ഏത് രൂപത്തിലാണ് നിങ്ങൾ എന്നെ കാണുന്നത്? ഏത് രീതിയിലാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത്? ഈ മനുഷ്യൻ വിളിച്ചു പറയാൻ അബ്ദുല്ലാഹിബ്നു സലാമാണ്. അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ജൂതനാണ്. അദ്ദേഹം വിളിച്ചു പറയാം, ജൂതന്മാരെ, നിങ്ങൾ എങ്ങനെയാണ് എന്നെ കാണുന്നത്? വല്ലാഹ്. അപ്പൊ അവർ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം. ജൂതന്മാർ, അന്നും ഇന്നും ജൂതന്മാർ ദൈവം എന്നതിന് അല്ലാഹു എന്നാ പ്രയോഗിക്കുക. വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ദൈവമാണ് സത്യം. മാ നഅലമു അന്ന കാന ഫീനാ റജുലൻ അഅലമു ബികിതാബില്ലാഹി മിൻക. അല്ലാഹു ഇറക്കിയ ഗ്രന്ഥത്തിൽ താങ്കളെക്കാൾ അറിവുള്ള ഒരാൾ. തൗറാത്തിനെ പറ്റിയാ പറയുന്നത്. തൗറാത്ത് അള്ളാഹു ഇറക്കിയതാണെന്ന് അവർ വിശ്വസിക്കുന്നു. അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ തൗറാത്തിൽ താങ്കളെക്കാൾ അറിവുള്ള ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. വലാമിൻ അബീക ഖബലക്, താങ്കൾക്ക് മുമ്പ് ആ പദവി ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ താങ്കളുടെ പിതാവിനാണ്. വലിയ പണ്ഡിതനായിരുന്നു താങ്കളുടെ ഉപ്പ ഞങ്ങളുടെ കൂട്ടത്തിൽ തൗറാത്തിന്റെ കാര്യത്തിൽ. വലാമിൻ ജദ്ദിക ഖബല അബീക്, അതിനു മുമ്പ് താങ്കളുടെ വല്ലിപ്പയായിരുന്നു ആ പദവിയിൽ ഉണ്ടായിരുന്നത്. താങ്കളുടെ വല്ലിപ്പയുടെ കാലത്ത് അദ്ദേഹത്തോളം തൗറാത്തിൽ പാണ്ഡിത്യവും അവഗാഹവുമുള്ള വേറൊരാൾ ഉണ്ടായിരുന്നില്ല. വല്ലിപ്പയും ഉപ്പയും താങ്കളുമൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതന്മാരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഇന്നി അഷ്ഹദു ലഹു ബില്ലാഹി അന്നഹു നബിയല്ലാഹ്. ഇവിടെ വന്നുപോയില്ല ഒരാൾ, അദ്ദേഹം പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലദീ തജിദൂനഹു ഫി തൗറാത്ത്, തൗറാത്ത് നിങ്ങളോട് വരുമെന്ന് പ്രവചിക്കുന്ന ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ആ പ്രവാചകൻ ഇവിടെ വന്നുപോയ ആളാണ്, അദ്ദേഹമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ആളുകൾ പറഞ്ഞു, താങ്കൾ പറയുന്നത് കളവാണ്, നുണ പറയുകയാണ്, കളവ് പറയുകയാണ്. ആ വിഷയത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 43-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഞാൻ അത് പറയാനാണ് ഈ സംഭവം ധരിച്ചത്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ നേർക്ക് നേരെ 3 ആയത്തുകൾ
അദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. നേർക്ക് നേരെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുയെ അദ്ദേഹത്തിന്റെ ചരിത്രത്തെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് 3 ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. അതിലൊന്നാണ് സൂറത്ത് ഇബ്രാഹിമിലെ 43-ാമത്തെ ആയത്ത്. വയഖൂലുൽ ലദീന കഫറു, അവിശ്വസിച്ചവർ പറയുന്നു, നിഷേധികൾ പറയുന്നു, ലസ്ത മുർസലൻ, താങ്കൾ അല്ലാഹുവിന്റെ ദൂതനല്ല എന്ന്. ഈ സംഭവമാണ്. നിഷേധികൾ പറയുന്നു താങ്കൾ അല്ലാഹുവിന്റെ ദൂതനല്ല എന്ന്. ഖുൽ, നബി അവരോട് പറയുക, കഫാ ബില്ലാഹ്, അല്ലാഹ് മതി, ഷഹീദൻ ബൈനി വ ബൈനക്കും, എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണോ എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു മതി എന്നവരോട് പറയുക. വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്, വമൻ ഇൻദഹു, അവരോടൊപ്പമുള്ളവനും, ഇൽമുൽ കിതാബ്, കിതാബിൽ ഇൽമുള്ള വേദപണ്ഡിതനായ, വേദത്തിൽ അറിവുള്ള അവരോടൊപ്പമുള്ള ആളും അല്ലാഹു മതി എന്ന് പറയുക. വമൻ ഇൻദഹു ഇൽമുൽ കിതാബ്, മുഫസ്സിറുകൾ പറയുന്നത് വമൻ ഇൻദഹു ഇൽമുൽ കിതാബ് എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനായ സ്വഹാബിയെ സംബന്ധിച്ചാണ് എന്നാണ്. അബ്ദുല്ലാഹിബ്നു സലാം അദ്ദേഹത്തിന്റെ സഹോദരന്റെ 2 പുത്രന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പുത്രന്മാരായ 2 ആളുകൾ, സലമയും മുഹാജിർ, അവരെ 2 പേരെയും അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷം അവരെ 2 പേരെയും അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആ സമയത്ത് സലമ ഇസ്ലാം സ്വീകരിച്ചു, മുഹാജിർ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല. അതിനെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഖുൽ അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹി വകഫർതും ബിഹി വശഹിദ ഷാഹിദും മിൻ ബനി ഇസ്രായീല അലാ മിസ്ലിഹി ഫആമന വസ്തക്ബർതും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സൂറത്ത് അഹ്ഖാഫ് 46-ാം അധ്യായത്തിലെ 10-ാമത്തെ ആയത്ത്. അബ്ദുല്ലാഹിബ്നു സലാം തന്റെ കുടുംബത്തിൽ നടത്തിയ പ്രബോധന പ്രവർത്തനത്തെയും അതിനുള്ള ആളുകളുടെ പ്രതികരണത്തെയും കുറിച്ചാണ് പറയുന്നത്. ഖുൽ അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹി വകഫർതും ബിഹി വശഹിദ ഷാഹിദും മിൻ ബനി ഇസ്രായീല, വശഹിദ ഷാഹിദും മിൻ ബനി ഇസ്രായീല, ബനു ഇസ്രായീലിയരിൽ നിന്ന് ഒരാൾ അല്ലാഹുവിനെയും പ്രവാചകനെയും സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഫആമന, ഒരാളെ വിശ്വസിച്ചു. വസ്തക്ബർതും, നിങ്ങളൊക്കെ അഹങ്കാരം നടിക്കുകയും ചെയ്തു. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അല്ലാഹു ഒരിക്കലും അക്രമികളായ ജനതകളെ അല്ലാഹു ഒരിക്കലും നേർമാർഗത്തിലാക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ വലിയ മഹത്വവും ശ്രേഷ്ഠതയും പദവിയും നൽകിയാണ് അബ്ദുല്ലാഹിബ്നു സലാമിനെ പറ്റി പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുക. സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സ്, അവിടേക്ക് അബ്ദുല്ലാഹിബ്നു സലാം കയറി വന്നു. ഖൈസ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു സദസ്സിലിരിക്കുമ്പോ മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവി ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവിടെ അബ്ദുല്ലാഹിബ്നു ഉമറുണ്ട്, സഅദ് ഇബ്നു മാലിക് അടക്കമുള്ള വളരെ പ്രഗത്ഭരായ സ്വഹാബികളുണ്ട്. അപ്പൊ അവിടേക്ക് മദീന പള്ളിയിലേക്ക് ഒരാൾ കയറി വന്നു. ആ കയറി വന്ന ആൾ എന്ന് പറഞ്ഞാൽ റജുലുൻ അലാ വജ്ഹിഹി അസറുൽ ഖുശൂ, റജുലുൻ അലാ വജ്ഹിഹി അസറുൽ ഖുശൂ, മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഭക്തി പ്രകടമായ ഒരാൾ. അതാണ് അദ്ദേഹത്തെ പറ്റി ചരിത്രം പറയുന്നത്. മദീന പള്ളിയിലേക്ക് ആ സമയത്ത് കയറി വന്നാൽ റജുലുൻ അലാ വജ്ഹി അസറുൽ ഖുശൂ, ഖുശൂഇന്റെ അടയാളങ്ങൾ മുഖത്തുണ്ടായിരുന്ന ഒരാൾ. അദ്ദേഹം വന്നപ്പോ ആളുകൾ ഇങ്ങനെ അടക്കം പറഞ്ഞു, പരസ്പരം പറഞ്ഞു, ഹാദാ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇദ്ദേഹം സ്വർഗാവകാശിയാണ്, ഇദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന ആളുകൾ ഇങ്ങനെ പരസ്പരം പറഞ്ഞതായി, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞതായി ഖൈസ് ഇബ്നു ഉബാദ കേൾക്കുകയാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിനുള്ള മഹത്വം, എന്താണ് അദ്ദേഹത്തിനുള്ള പ്രത്യേകത, എന്താണ്? അപ്പൊ ആളുകൾ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു സലാം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അബ്ദുല്ലാഹിബ്നു സലാം കണ്ട സ്വപ്നം, അദ്ദേഹം ഒരു വിശാലമായ നല്ല പച്ചപ്പുള്ള ഒരു തോട്ടത്തിൽ അദ്ദേഹം
പ്രവേശിക്കുന്നതായിട്ടാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ആ തോട്ടത്തിന്റെ നടുവിൽ ഒരു വലിയ തൂണുണ്ട്. ആ തൂണിന്റെ ഏറ്റവും മുകളിലെ അറ്റത്തിൽ ഒരു കുളത്തുണ്ട്, ഒരു റിങ്ങുണ്ട്. അദ്ദേഹം അതാണ് സ്വപ്നം കണ്ടത്. ആ തോട്ടത്തിലേക്ക് കയറിയപ്പോ ആളുകൾ അദ്ദേഹത്തോട് ആ തൂണിൽ കയറാൻ ആവശ്യപ്പെട്ടു. പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തെ സഹായിച്ചു. അങ്ങനെ അദ്ദേഹം ആ തൂണ് പിടിച്ച് കയറിയിട്ട് ആ കുളത്തിൽ പിടിച്ചങ്ങനെ നിന്നു. അതോടുകൂടെയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം അവസാനിക്കുന്നത്. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോ അബ്ദുല്ലാഹിബ്നു സലാം അത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തിൽക റൗളത്തുൽ ഇസ്ലാം, താങ്കൾ കണ്ട പച്ചപ്പുള്ള തോട്ടം എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമാണ്. ആ തൂണെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സ്തംഭമാണ്. താങ്കൾക്ക് അല്ലാഹു കാണിച്ച സ്വപ്നത്തിൽ താങ്കൾ കണ്ടു എന്ന് പറയുന്ന ആ വളയം താങ്കൾ പിടിച്ചു നിന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ പാശമാണ്. ഈ സ്വപ്നത്തിന്റെ അർത്ഥം താങ്കൾ ജീവിതകാലം മുഴുവൻ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതകാലം മുഴുവൻ മുസ്ലിമായിട്ടാണ് ജീവിക്കുക, മുസ്ലിമായിട്ടാണ് താങ്കൾ മരണപ്പെടുക, താങ്കൾ സ്വർഗാവകാശിയാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്തോഷ വാർത്ത അറിയിച്ചുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് അബ്ദുല്ലാഹിബ്നു സലാം സ്വർഗാവകാശിയാണ് എന്ന രൂപത്തിലുള്ള ഒരു വാമൊഴി ആളുകൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഞാൻ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിനെ പറ്റി ഇങ്ങനെ പറയുന്നത്, അബ്ദുല്ലാഹിബ്നു സലാം സ്വർഗമാഗ്രഹിച്ച, സ്വർഗത്തിനു വേണ്ടി ജീവിച്ച, സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആളുകൾ ഇതാ ഒരു സ്വർഗാവകാശി എന്ന് ചൂണ്ടിപ്പറഞ്ഞ മനുഷ്യനാണ്, സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹിബ്നു സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മഹത്വം ഉണ്ടായത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പദവി ഉണ്ടായത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശ്രേഷ്ഠതയുണ്ടായത്, അങ്ങനെ ഒരു അംഗീകാരമുണ്ടായത്? സ്വഹാബികൾക്കിടയിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സ്വർഗാവകാശി എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനുണ്ടായത്? അത് ചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും. അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്ന, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. നമുക്കെന്തെങ്കിലും സ്വർഗത്തിന്റെ മാർഗത്തിൽ ത്യജിക്കേണ്ടി വരുമ്പോ, സ്വർഗം കിട്ടണമെങ്കിൽ ഇത് ഉപേക്ഷിക്കണം എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോ നമുക്ക് മടി തോന്നുന്നുവെങ്കിൽ, മടുപ്പ് തോന്നുന്നുവെങ്കിൽ, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന നീട്ടിവെക്കുന്ന മനോഭാവം ഉണ്ടാകുന്നുവെങ്കിൽ അത് ചികിത്സിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് സ്വർഗാവകാശി എന്നിങ്ങനെ വിളിക്കപ്പെട്ടത്? അദ്ദേഹം തന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതെല്ലാം ത്യജിക്കാൻ സന്നദ്ധനായതുകൊണ്ടാണ് അദ്ദേഹം സ്വർഗാവകാശിയായതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗമെന്ന് പറയുന്നത് ചുളുവിൽ ലഭിക്കുന്ന, നമുക്കിങ്ങനെ മരത്തിൽ നിന്നൊരു ഇല കൊഴിഞ്ഞു വീഴുമ്പോ, നടന്നു പോകുമ്പോ നമ്മുടെ കൺമുന്നിൽ വന്നു വീണ് ആ ഇല കിട്ടുന്നത് പോലെ വളരെ ലഘുവായി സംഭവിച്ചേക്കാവുന്ന ഒന്നായിട്ടല്ല സ്വർഗത്തെയും പരലോകത്തെ രക്ഷയെയും വിജയത്തെയും കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് സ്വർഗമെന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള, വളരെ വിലപ്പെട്ട, ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന, എത്തിപ്പെടണമെന്ന് ഞാൻ കൊതിക്കുന്ന ഉന്നതമായൊരു സ്ഥാനമാണ് എന്ന ബോധമുണ്ടാവുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ്. ഞാനത് രണ്ടും ചേർത്ത് പറയുകയാണ്. അധ്വാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഉണ്ടാകും. നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? സുബഹിക്ക് അയൽപക്കത്തൊന്നും വീട്ടിൽ ലൈറ്റ് കത്താത്തപ്പോ ലൈറ്റ് കത്തിച്ച് തെളിച്ച് രാവിലെ 5 മണിക്ക് പള്ളിയിൽ എത്തുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സ്വർഗം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. സ്വതക്ക കൊടുക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. നോമ്പ് കൃത്യമായി എടുക്കുന്നവരും, സുന്നത്ത് നോമ്പ് തിങ്കളും വ്യാഴവും ഒഴിവില്ലാതെ സുന്നത്ത് നോമ്പെടുക്കുന്നവരും, മാസത്തിൽ അറബ് മാസത്തിൽ 13, 14, 15 കലണ്ടർ നോക്കി, എണ്ണം നോക്കി, ദിവസം നോക്കി, തീയതി നോക്കി നോമ്പ് പിടിക്കുന്നവരും, സുന്നത്ത് നോമ്പിന്റെ കാര്യങ്ങളിൽ വരെ കണിശത പുലർത്തുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ചെയ്യുന്നത് പോലെ പ്രധാനമാണ് ജീവിതത്തിൽ ചിലതിനെ ഉപേക്ഷിക്കുക എന്നത്, സ്വർഗത്തിനു വേണ്ടി വേണ്ടെന്ന് വെക്കുക എന്നത്. അങ്ങനെ ചെയ്ത ഒരാളാണ് അബ്ദുല്ലാഹിബ്നു സലാം. അബ്ദുല്ലാഹിബ്നു സലാമിനെ പോലെ, റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാർ അവർ ആഗ്രഹിച്ച സ്വർഗമാണ്
അവരെത്തുന്ന സ്വർഗമാണ്, അവർക്ക് ലഭ്യമാകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ നമുക്ക് വെളിച്ചമാകട്ടെ, നമുക്ക് പ്രചോദനമാകട്ടെ. ആ സ്വഹാബികളെ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ അവരെ പകർത്തുക. അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗാവകാശികളാകാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന ജൂതപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മഹത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ അറിവാണ്. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളാണ്, പ്രബോധന പ്രവർത്തനങ്ങളാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്തുകൊണ്ടാണ് സ്വർഗാവകാശിയായത് എന്ന് പറയുന്നിടത്ത് പണ്ഡിതന്മാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണ സംഭവമാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആ ഒരു സന്ദർഭം, ആ ഒരു ചരിത്ര മുഹൂർത്തമുണ്ട്. ആ സമയം അതെടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം അതുകൊണ്ടാണ് സ്വർഗാവകാശിയായത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലെത്തിയപ്പോ മദീനയിൽ നിന്നുള്ള ആളുകൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാമെന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വരുന്നു. അദ്ദേഹം വന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാനൊരു പ്രവാചകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് തന്റെ കൂടെയുള്ളവരോട് ആദ്യം പറഞ്ഞ കമന്റ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർത്തമാനം, ഇന്നഹു ലൈസ ബിവജ്ഹി കദ്ദാബ്, ഒരിക്കലും ഒരു കള്ളത്തരമുള്ള ഒരാളുടെ മുഖമല്ല അദ്ദേഹത്തിന്റേത്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അദ്ദേഹം കളവ് പറയുന്ന ആളാണ് എന്ന് പറയാൻ എനിക്കാവില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട മാത്രയിൽ അബ്ദുല്ലാഹി ഇബ്നു സലാമിന്റെ ആദ്യത്തെ പ്രതികരണം അതാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചു. 3 കാര്യങ്ങളാണ് ചോദിച്ചത്. മുഹമ്മദേ, വേദകാര്യങ്ങളിൽ പലതും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം. അതിന്റെ ഉത്തരം താങ്കൾക്ക് പറയാൻ കഴിയുമെങ്കിൽ താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ അംഗീകരിക്കും. ആ 3 ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കാൻ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ചിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം 3 ചോദ്യം ചോദിക്കുന്നത്. അവ്വലു അശ്റാത്തി സാഅ, ഒന്നാമത്തെ ചോദ്യം അതാണ്. ഈ ലോകം അവസാനിക്കും, അന്ത്യദിനം വരുമ്പോ യാ മുഹമ്മദ്, അതിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം രണ്ടാമത് ചോദിച്ചു, അവ്വലു ത്വആമു അഹ്ലുൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിലെത്തിയാൽ അവർക്ക് കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന തൗറാത്തിൽ പാണ്ഡിത്യമുള്ള മഹാനായ പണ്ഡിതൻ, അദ്ദേഹം മൂന്നാമത് ചോദിച്ചു, കുട്ടികൾ ജനിക്കുമ്പോ ചിലർക്ക് പിതാവിന്റെ മുഖച്ഛായ വരും, ചിലർക്ക് മാതാവിന്റെ മുഖച്ഛായ വരും, അതെന്തുകൊണ്ടാണ്? ഈ 3 ചോദ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഒന്നാമത്തതിന് ഒരു തീക്കാറ്റാണ് അന്ത്യദിനത്തിന്റെ ആദ്യത്തെ അടയാളം എന്ന് റസൂൽ പറഞ്ഞു. ഒരു പ്രത്യേക മത്സ്യത്തിന്റെ കരളാണ് സ്വർഗാവകാശി സ്വർഗത്തിലെത്തിയാൽ ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരണം കൊടുത്തു. മുഖച്ഛായ മാറ്റത്തിന്റെ കാരണവും റസൂൽ അദ്ദേഹത്തോട് വിശദീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സലാം തന്റെ ഇരിപ്പിടത്തുനിന്ന് എഴുന്നേറ്റു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ പിടിച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു അഭ്യർത്ഥന വെച്ചു റസൂലിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ പ്രവാചകനെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് പരസ്യപ്പെടുത്തരുത്. പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. ജൂതന്മാരെ, ഈ നാട്ടിലെ മദീനയിലെ ജൂതന്മാരെ കഴിയുന്ന അത്ര ആളുകളെ വിളിച്ചുകൂട്ടണം. എന്നിട്ട് അവരോട് താങ്കൾ എന്നെ പറ്റി ഒന്ന് ചോദിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിച്ചാൽ കിട്ടാവുന്ന ജൂതന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പറ്റി ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറഞ്ഞാൽ ഖൈറുനാ വബ്നു ഖൈരിനാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ഒരാളാണ്.
ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ഒരാളുടെ മകനാണ്. അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനാണ്, ഒരു മഹാപണ്ഡിതന്റെ മകനാണ് അബ്ദുല്ലാഹിബ്നു സലാം. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം ഫഖീഹായ ആഴത്തിൽ അറിവുള്ള ഒരാളാണ് അബ്ദുല്ലാഹിബ്നു സലാം. അദ്ദേഹം ഒരു മഹാജ്ഞാനിയുടെ, ഒരു വലിയ മനുഷ്യന്റെ മകനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ. സയ്യിദുനാ വബ്നു സയ്യിദിനാ, അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ ഒരു വലിയ നേതാവിന്റെ മകനാണ് അബ്ദുല്ലാഹിബ്നു സലാം. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. വളരെ ഉത്തമനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനാണ്, ആലിമാണ്, ഫഖീഹാണ്, സയ്യിദാണ്. ഈ 4 കാര്യങ്ങൾ അവർ വിശദീകരിക്കാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, അഫറഅയ്തും ഇൻ അസ്ലം, അബ്ദുല്ലാഹിബ്നു സലാം ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അവർ പറഞ്ഞു, ഹാഷലില്ല, ഞങ്ങൾ അല്ലാഹുൽ ശരണം തേടുന്നു. അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ അല്ലാഹുൽ ശരണം തേടുന്നു. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു സലാം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ജൂതന്മാർ സാക്ഷി നിൽക്കെ അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോൾ ആ ജൂതന്മാർ പറഞ്ഞു, ശർറുനാ വബ്നു ശർരിനാ. അവിടെ വെച്ച് പറയാൻ, ആ സന്ദർഭത്തിൽ പറയാൻ, ശർറുനാ വബ്നു ശർരിനാ ജാഹിലുനാ വബ്നു ജാഹിലിനാ. ഞാൻ അർത്ഥം പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ഖൈറുനാ വബ്നു ഖൈരിനാ എന്ന് മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞ ആളുകൾ ശർറുനാ വബ്നു ശർരിനാ, ജാഹിലുനാ വബ്നു ജാഹിലിനാ, ഒരു വലിയ വിഡ്ഢിയുടെ മകനാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ പമ്പര വിഡ്ഢിയാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യാണ്. ഞാൻ അബ്ദുല്ലാഹിബ്നു സലാമിനെ ഇങ്ങനെ വളരെ വിശദമായ ഒരു ഖുതുബയിൽ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം, നമ്മളൊക്കെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും മതപരമായ കാര്യങ്ങളിൽ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതിനൊരു തകരാറും വരാതെ ദീന് കുറച്ച് കുറഞ്ഞു പോയാലും വേണ്ടില്ല, മതപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്താലും വേണ്ടില്ല, മതപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താലും വേണ്ടില്ല, സമൂഹത്തിൽ ഒരു അംഗീകാരമുണ്ട്, അതൊക്കെ കൂടി ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ശതമാനം ആളുകൾ, ഒരു വലിയ വിഭാഗം ആളുകൾ. എല്ലാം അറിയാം, ജാറത്തിന്റെ അടുത്ത് പോയി കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നറിയാത്ത മനുഷ്യനുണ്ടാകുമോ? പിന്നെന്തേ അയാൾ മഹല്ലിന്റെ പ്രസിഡന്റായി ഇങ്ങനെ നിൽക്കുന്നത്? അയാൾക്ക് അതൊരു പദവിയാണ്, അതൊരു സ്ഥാനമാണ്, അതൊരു അംഗീകാരമാണ്, അത് നാട്ടിലെ പ്രമാണിയാണ് എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് പോന്നാൽ സമൂഹത്തിലെ, സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ അപ്പുറത്താവും, ശത്രുക്കളാകും, എതിരാളികളാവും. എന്തിനാണ് നാട്ടുകാരുടെ എതിർപ്പ് വാങ്ങുന്നത്? അവനാന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ മനസ്സിന്റെ അകത്ത് ഒതുക്കി അങ്ങനെ ജീവിച്ചാൽ പോരെ. മഹല്ലിന്റെ പ്രസിഡന്റായി നടക്കും ചെയ്യാ, തൗഹീദും കൊണ്ടിടക്കുക. അങ്ങനെയുള്ള കുറെ ആൾക്കാര്, ഞാൻ ജാറത്ത് പോകല്ല, ഞാൻ മരിച്ചവരോട് പ്രാർത്ഥിക്കല്ല, ഞാൻ ഖബറിന്റെ അടുത്ത് പോയിട്ട് അതിനെ തൊടലോ മുത്തലോ ഒന്നുമില്ല, പക്ഷെ ജാറുള്ള പള്ളിയുടെ പ്രസിഡന്റ് അത് ഞാനാണ്. ആ പദവി അങ്ങനെ നിലനിർത്താൻ, സാമൂഹ്യമായ ഒരു അംഗീകാരം കിട്ടാൻ, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അത് കീപ്പ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ, അതിന് മതപരമായ കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അത് ചെയ്യാതിരുന്നു എന്നതാണ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിന്റെ പ്രത്യേകത. വലിയ പദവിയിലാണ് അദ്ദേഹം ഇരുന്നത്. അതാണ് 4 പേരിലൂടെ അവർ പറഞ്ഞത്. ഖൈറുന, ആലിമുന, സയ്യിദുന, ഫഖീഹുന. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ശ്രേഷ്ഠതകളും നൽകി ഞങ്ങൾ കൊണ്ടുനടക്കുന്ന, ആദരിക്കുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം. അതാണ് സെക്കൻഡുകൾക്കിടയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്. ആ പദവി ഉണ്ടായിരുന്നതും അത് നഷ്ടപ്പെടുന്നതും സ്വഹാബത്തും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നേർക്കുനേരെ കാണാണ്. ഞാൻ പറയുന്നത്, കുടുംബത്തിൽ നമ്മൾ ഇത് പറഞ്ഞാൽ, ദീനിന്റെ കാര്യങ്ങൾ കുടുംബത്തിൽ പറഞ്ഞാൽ, കുടുംബത്തിൽ വെറുതെ കുടുംബത്തിന്റെ ഒരു അതൃപ്തി വാങ്ങണോ? നാട്ടിൽ ഇതൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരുടെ ഒരു അതൃപ്തി വാങ്ങണോ? സമൂഹത്തിൽ ഇതൊക്കെ നമ്മളിങ്ങനെ തെളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരുടെ ഒരു അതൃപ്തി വാങ്ങണോ? മഹല്ലിൽ ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് മഹല്ലിലെ ആളുകളുടെ ഒരു അതൃപ്തി വാങ്ങണോ? അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലെ മഹാഭൂരിപക്ഷ ആളുകൾ. അങ്ങനെ വരുമ്പോ ബിദ്അത്തിന്റെ കൂടെ നിൽക്കും, ഷിർക്കിന്റെ കൂടെ നിൽക്കും, ജാറത്തിന്റെ കൂടെ നിൽക്കും, ദർഗയുടെ കൂടെ നിൽക്കും. പൊളിയേണ്ടത്
തകരേണ്ടത് മനുഷ്യരുടെ മനസ്സുകൾക്കകത്തെ അന്ധവിശ്വാസങ്ങളാണ്. പലതിന്റെയും കൂടെ നമ്മൾ നിൽക്കുമ്പോ ആളുകൾ ചിന്തിക്കുന്നത് ഇന്നാള് നിൽക്കുന്നുണ്ടോ, ഉണ്ടല്ലോ, എന്തെങ്കിലും കാര്യമില്ലാതെ അയാൾ അവിടെ നിൽക്കോ? ഇന്ന പണ്ഡിതന്മാരൊക്കെ ഈ വാദത്തിന്റെ ആൾക്കാരാണല്ലോ, എന്തെങ്കിലും കാര്യമില്ലാതെ അവരാ വാദത്തിന്റെ ആളുകളായി നടക്കുമോ? അവനവന്റെ പദവിക്കും അവനവന്റെ സ്ഥാനമാനങ്ങൾക്കും അവനവന് കിട്ടുന്ന അംഗീകാരങ്ങൾക്കും വേണ്ടി, സമൂഹത്തിന്റെ പിന്തുണയ്ക്കു വേണ്ടി, സോഷ്യൽ സ്റ്റാറ്റസിനു വേണ്ടി സ്വീകരിക്കേണ്ടതോ തള്ളേണ്ടതോ അല്ല മതപരമായ കാര്യങ്ങൾ. ദീനിയായ കാര്യങ്ങളിൽ അള്ള പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അതിനനുസരിച്ച് നിൽക്കാനുള്ള ഒരാർജവവും മതപരമായ തന്റേടവും ആദർശപരമായ ഒരു ബോധവും സത്യവിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടാകണം. അതാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഏറ്റവും മികച്ച പാഠം. അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഭയപ്പെടുക, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും ശ്രദ്ധിച്ചും പാലിച്ചും ജീവിച്ച സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം ഉൾപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മാസത്തിൽ ഒരു തവണ നമ്മൾ ഈ പള്ളിയുടെ ചെലവുകൾക്ക് വേണ്ടിയുള്ളൊരു സാമ്പത്തിക കലക്ഷൻ എടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതിനുദ്ദേശിക്കുന്നു. എല്ലാവരും ആ വിഷയത്തിൽ വളരെ സജീവമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി നാം ചെലവഴിക്കുന്ന സ്വതക്കകൾ സൽക്കർമ്മങ്ങളായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന സ്ഫിർ അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറ മുഖാമാ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.